വളരെ വെറൈറ്റി ഒരു 15 ഇഞ്ച് സബ് വൂഫറാണ്. കുറേ കാലത്തിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. അതായത് ഒരു 10 വർഷം മുമ്പ് ഞാനും ഇവിടെയുള്ള നാട്ടിലുള്ള 2-3 പേരും കൂടെ കൂടിയിട്ട് അസംബിൾ ചെയ്തെടുത്തൊരു സബ് വൂഫർ അത്. അതായത് മാഗ്നറ്റ് മാത്രം കിട്ടിയിട്ട് ബാക്കി ഫുള്ള് പാർട്സ് വാങ്ങി അസംബിൾ ചെയ്തെടുത്ത ഒരു സബ് വൂഫർ അത്. അപ്പോൾ രണ്ടാമത് സർവീസിന് വന്നപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്കിംഗ് ഒക്കെ ഇട്ടപ്പോഴാണ് ഞാനിത് നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്ര സിമ്പിളായിട്ട് എടുത്ത് കൈകാര്യം ചെയ്ത് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയാത്തതാണ്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാനിവിടെ വെച്ചിട്ട് സംസാരിക്കുന്നത്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് 10 കിലോളം വെയിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ. ഇത് ഫുള്ള് അസംബിൾഡ് സാധനമാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ബോക്സ് ചെയ്ത് കഴിയുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കുക. അപ്പോൾ വെയിറ്റ് മാത്രമല്ല നല്ല വർക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 10 വർഷത്തിനടുത്തായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും കാലം അത് റൺ ചെയ്ത് നിന്നിട്ടാണ് അതിൻ്റെ ഈ പേപ്പർ കീറിപ്പോയത്. അതായത് പേപ്പർ കോൺ ടൈറ്റോ മറ്റോ കുട്ടികൾ കീറിയോ എന്തോന്നും അറിയില്ല. സംഭവം വളരെ നൈസായിട്ട് ഇങ്ങനെ കീറി കിടക്കുക. അപ്പോൾ വേറൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പേപ്പർ രണ്ടാമതും മാറ്റി അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു, റീസെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് കിട്ടിയിട്ടാണ് ഇത് അസംബിൾ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. മാഗ്നറ്റ് കിട്ടിയത് എവിടുന്നാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, റിയ തിയേറ്റർ. അപ്പോൾ ആ തിയേറ്റർ പൊളിച്ചായിരുന്നു. അപ്പോൾ ആ പൊളിച്ച തിയേറ്ററിനകത്ത് അതിൻ്റെ സ്പീക്കേഴ്സൊക്കെ അന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടി പാഞ്ഞ് ചെന്നായിരുന്നു. ഭയങ്കര വില. അങ്ങനെ ലാസ്റ്റ് ബാലൻസ് ഉള്ള ഒരു HFൻ്റെ യൂണിറ്റിൻ്റെ മാഗ്നറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെറ്റിൽ ഈ ബാക്കി കംപ്ലൈൻ്റ് ആയിട്ട് ഈ മാഗ്നറ്റ് മാത്രമാക്കി അവിടെ വെച്ചേക്കാണ്. ബാക്കിയൊക്കെ സ്ക്രൂ ചെയ്ത് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രീ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇതുകൊണ്ട് നടക്കുന്നല്ലാതെ ഒന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ ഇത് അന്വേഷിച്ച് പോയിട്ട് നമുക്ക് ഇത് വൂഫർ ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്ലാനിലെത്തിയ. അങ്ങനെ നമ്മൾ കോഴിക്കോട് SK ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കുറേ പേർക്ക് അറിയാൻ മതിയാവും. അത്രക്ക് ബ്രാൻഡായ ഒരാളല്ല, ഒരു നോർമൽ ഒരു ഷോപ്പാണ്. ഈ സ്പീക്കർ പേപ്പറൊക്കെ റീകോൺ ചെയ്യുന്ന ഇതുപോലെ അസംബിൾ ചെയ്തൊക്കെ തരാൻ കോഴിക്കോട് നല്ല തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. അപ്പം മാൻഡ് കൊണ്ടു കൊടുത്തപ്പോൾ ബോസ് പറഞ്ഞ് ഇങ്ങനെ ഇതിന് കോയിൽ സൈസ് ഇവിടെ കിട്ടാനില്ല. അപ്പോൾ നമുക്ക് അവിടെ ബോർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു കോറുണ്ടല്ലോ. അപ്പോൾ ആ കോറ് ബോർ ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് കോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബോർ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ ഫ്രെയിം കണ്ടെത്തി. ഫ്രെയിം SK ആ ഷോപ്പിൽ നിന്ന് അവരെന്നെ എടുത്ത് കൊണ്ടുവരിച്ച് പേപ്പർ കൊണ്ടുവരിച്ച് അങ്ങനെ അവിടുന്ന് അസംബിൾ ചെയ്തെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ ചെയ്തെടുക്കുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഏത് ബോർഡ് ഇതിന് ബെസ്റ്റ് സൂട്ടാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 2000 വാട്ട്സ് കിട്ടുന്ന ടൈപ്പ് ബോർഡ് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തേക്ക്, അല്ലെങ്കിൽ നടക്കില്ല എന്നാണ് പറഞ്ഞത്. അല്ലാച്ചാൽ ഒരു നൈസ് സൗണ്ട് കേൾക്കും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം കിട്ടണമെങ്കിൽ ആ ഒരു തരം പവർ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇത് ആദ്യം ഒരു റെഡ് പേപ്പറായിരുന്നു. ഇപ്പോൾ ഒരു മാറ്റിയിട്ട് ഒരു ബ്ലൂ പേപ്പറാണ്. അതുപോലെ ഇവിടെയും വേറൊരു തരം ഡിസൈനിലൊരു ഡെസ്ക്ടോപ്പായിരുന്നു. അപ്പോൾ അത് ഒഴിവായി. പിന്നെ എല്ലാം പുതിയതിട്ടുണ്ട്. നമ്മളെ ബീഡിങ്ങും നമ്മളെ സറൗണ്ടും എല്ലാം പുതിയത് തന്നെയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഈ വൂഫറിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്നത് 7 ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട്. അതേപോലെ മാഗ്നറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 7 ഇഞ്ച് മാഗ്നറ്റ് സൈസ് ആണ് ഉള്ളത്. പഴയ യൂണിറ്റിൻ്റെ സ്പീക്കർ മാഗ്നറ്റാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് ഇവിടെ ഒരു സാധനം വെച്ചിട്ട്, അതായത് നമ്മൾ ബോർ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സംഭവം വെച്ചിട്ട് ഇവിടെ വെൽഡ് ചെയ്തിട്ടാണ് ഈ സംഭവം ഇതിൻ്റെ കോയിൽ വർക്ക് ചെയ്യാനുള്ള, കോയിൽ മൂവ് ചെയ്യാനുള്ള സ്പേസ് കറക്റ്റാക്കിയത്. ഈ ടൈപ്പ് ഒരു ടെർമിനലാണ് ഇതിന് സ്പീക്കർ ടെർമിനൽ കണക്ടറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ ഇൻസുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷോർട്ട് ആവുക അങ്ങനത്തെ ഒന്നും വരാനുള്ള ഒരു ചാൻസും ഇല്ല. ഇത്രയും വർഷമായിട്ട് ഷോർട്ട് ആകാത്ത ഇനി എന്തായാലും ഷോർട്ട് ആവില്ല. ഞാൻ ഒരുപാട് സബ് വൂഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വെയിറ്റിൽ ഉള്ളൊരു സബ് വൂഫർ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ കിട്ടാറില്ല. ഇത് 8 കിലോളം ഞാൻ തൂക്കി നോക്കുമ്പോൾ ഇത് 8 കിലോളമാണ് ഇതിൻ്റെ വെയിറ്റ് കാണിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ വൂഫറിൻ്റെ കൂടെ ആ ബോക്സും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല സൂപ്പർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ വല്ല ട്രോളി വീലൊക്കെ വെക്കേണ്ടി വരും. എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഞാനിവിടെ ഒരു 4 മോസ്ഫെറ്റ് ബോർഡ് ഉണ്ട്. ആ ബോർഡിൽ നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എത്രത്തോളം അത് ഇതിന് നിസാരമാണ് ആ ബോർഡൊക്കെ. ഫുൾ സൗണ്ട് കൊള്ളാല്ലേ? ആക്ഷൻ കാണാം എന്നേ ഉള്ളൂ. നമുക്കിവിടെ അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ സബ് ബോക്സ് കയറ്റിയാലേ കിട്ടുള്ളൂ നല്ല എഫക്റ്റ്.
അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ അസംബിൾ ചെയ്ത് തരുമോയെന്ന് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പോയി ചോദിക്കാം. അവിടുത്തെ നമ്പറൊന്നും കൊടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്പർ തരുന്നില്ല. സ്ഥലം ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ 2ാം ഗേറ്റ് എന്ന് പറയും, നമ്മൾ സിറ്റി സ്റ്റാൻഡ് എന്ന് പറയും, നമ്മൾ അവിടെ കോഴിക്കോട്. SK ഇലക്ട്രോണിക്സ് അറിയില്ലെങ്കിൽ എല്ലാ SK ഇലക്ട്രോണിക്സ് ഒരുവിധം ഷോപ്പുകാർക്ക്, ഈ ഇലക്ട്രോണിക്സ് ഡീൽ ചെയ്യുന്ന ഷോപ്പുകാർക്കൊക്കെ അറിയാം. അതല്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ കോയിൻകോ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറുന്നിടത്ത് സിൽക്കി, പഴയ ഒരു സിൽക്കി ഷോറൂം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ സംഭവം ഉള്ളത്. വല്ലാണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമല്ല, ഉള്ളോട്ടാണ്, ചെറിയ ഒരൊറ്റ സിംഗിൾ റൂമാണ്. അപ്പോൾ ഇവിടെ ഈ ആളെടുത്ത് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ പാർട്സ് ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കുക, അസംബിൾ ചെയ്ത് തരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് 2 പ്രാവശ്യത്തിലേറെ, പല 3 മറ്റോ ചെയ്ത് തന്നിട്ടുണ്ട്. എത്രയോ പേര് നമ്മളെ കമൻസിൽ ഇത് ചോദിക്കുന്നുണ്ട്, റീകോൺ ചെയ്യാനുള്ള പാർട്സ് ഇവിടെ കിട്ടുക. ഇവിടെ പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.